അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു ഹിജ്റ 510 ജനിച്ച് 597 വഫാത്തായി പോയ ഇമാം ഇബ്നുൽ ജൗസിയുടെ സ്വന്തം കിതാബാ സ്വൈദുൽ ഖാതിർ എന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ 48-ാമത്തെ പേജിൽ മഹാനവർകൾ സ്വന്തം അവിടുത്തെ ജീവിതത്തിൽ ഒരു അനുഭവം രേഖപ്പെടുത്തുകയാണ്, ഒരു ചരിത്രം ഉദ്ധരിക്കുകയാണ്. ചോദിക്കട്ടെ, ഈ മഹാനായ അബ്ദുറഹ്മാനുൽ ജൗസി റളിയല്ലാഹു അൻഹു ആയിരക്കണക്കിൽ കിതാബ് എഴുതിയ ആളാണ്. എത്രത്തോളം നിറഞ്ഞാൽ വഫാത്തിന് മുമ്പ് മഹാനവർകൾ ശിഷ്യന്മാരോട് പറഞ്ഞു, മക്കളെ, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന വെള്ളം നിങ്ങൾ ചൂടാക്കുകയാണെങ്കിൽ ഞാൻ എഴുതിയ കിതാബ് എഴുതിയ പേനകൾ കത്തിച്ചിട്ട് വേണം ചൂടാക്കാൻ. എന്തിനു വേണ്ടി? അതുകൊണ്ട് കിട്ടുന്ന ബറക്കത്തിന് വേണ്ടി, അതിന്റെ ബറക്കത്തിന് വേണ്ടി ഞാൻ എഴുതിയ കിതാബുകൾ എഴുതിയ എന്റെ പേന ഉണ്ടല്ലോ, ആ പേന കത്തിച്ചിട്ട് വേണം വെള്ളം ചൂടാക്കാൻ. അങ്ങനെ മഹാനവറുകൾ മരിച്ചപ്പോൾ ആ പേന കത്തിച്ച് വെള്ളം ചൂടാക്കി. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് വെള്ളം ചൂടായിട്ടും പിന്നെയും പേന ബാക്കിയാണ്. ഏത് പേനയാണ്? കിതാബ് എഴുതിയ പേനയാണ്. അപ്പോൾ കിതാബുകൾ എത്രയുണ്ടാകും? അത്രമാത്രം കിതാബ് എഴുതിയ മഹാനാണ്, ഹദീസ് പണ്ഡിതനാണ്, മുഫസ്സിറാണ്, വലിയ മഹാനാണ് അബ്ദുറഹ്മാനുൽ ജൗസി റളിയല്ലാഹു അൻഹു. ആ മഹാന്റെ സ്വൈദുൽ ഖാതിർ എന്ന കിതാബാണ്. അതിൽ സ്വന്തം അനുഭവം രേഖപ്പെടുത്തുന്നു. എന്താണ് അനുഭവം അറിയോ? ഞാൻ പൂർണ്ണമായി വായിക്കുന്നില്ല, സമയം കുറവുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാൻ ആദ്യകാലത്ത് വലിയ സൂക്ഷ്മതയോടെ ജീവിച്ചു, വലിയ തഖ്വയോടെ ജീവിച്ചു. അങ്ങനെ ജീവിച്ച് അവസാന ഇടയിൽ ആരുടെയോ ചില വസ്വാസ് കൊണ്ട് ഞാൻ ചില അമീറന്മാർ, അന്നത്തെ രാഷ്ട്രീയ ചില പ്രവർത്തകന്മാരെ കൂടെ ചേർന്നുപോയി. രാഷ്ട്രീയക്കാർ കൂടെ കൂടിയാൽ ദീനുണ്ടാവൂല, ഈമാൻ ഉണ്ടാവൂല. ജഫ്വത്തുൽ ഖൽബ്, രാഷ്ട്രീയത്തിൽ കൂടിയോ അവന്റെ ഖൽബ് കുടുസായി പോവുകയും വണങ്ങിപ്പോവുകയും ചെയ്യുമെന്ന് മഹാന്മാർ കിതാബിൽ എഴുതിയത് കാണാൻ കഴിയും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവന്റെ ഖൽബ് വണങ്ങിപ്പോകും, ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽപ്പെട്ടപ്പോ എന്റെ മുമ്പത്തെ ആ ആത്മീയത ഒക്കെ നഷ്ടപ്പെട്ടു പോയി. ഞാൻ വല്ലാതെ ഖേദിച്ചു പോയി. എന്ത് ചെയ്യാണ് ഞാൻ? എന്റെ ആത്മീയതല്ല പോയല്ലോ. ആ സമയത്ത് അദ്ദേഹം പറയാണ്, ഞാൻ ചിന്തിച്ചതിനൊരു മാർഗം കണ്ടെത്തിയത് എന്താ? ഫലജഅതു ഇലാ ഖുബൂരി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളെ ഖബറിലേക്ക് ഞാൻ അഭയനായി. മഹാന്മാരെ ദർഗയിലേക്ക് പോകാൻ തുടങ്ങി. ആരാ പറയുന്നത് അറിയോ? ആര്? ആയിരക്കണക്കിൽ കിതാബ് എഴുതിയ ഹദീസ് പണ്ഡിതനായ ഹിജ്റ 595 മരിച്ചുപോയ 597 മരിച്ചുപോയ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാനുൽ ജൗസി റളിയല്ലാഹു അൻഹു. ഫലജഅതു ഇലാ ഖുബൂരി സ്വാലിഹീൻ. ഇപ്പോ എന്താ ഇതിനറിയോ? വഹാബികൾ എന്ത് ഇതിനറിയോ? കള്ളന്മാര്. ഈ കിതാബ് പ്രിന്റ് ചെയ്യുമ്പോ ഇപ്പൊ വരുന്ന പുതിയ കിതാബിൽ എന്ത് ചെയ്തറിയോ? ഇലാ കുബൂരി എന്നതിന്റെ റാന കട്ടിട്ട് അവിടെ ലാമാക്കി. കുബൂരി എന്നുള്ളിടത്ത് കബൂലി എന്നാക്കിയതാണ് വഹാബികൾ. ഇപ്പോ പച്ചക്കള്ളമാർ, കിതാബ് കക്കുന്ന കള്ളമാർ. എന്തു ചെയ്യും ഇവർ? കിതാബിൽ തിരിമറി നടത്തുന്ന ജൂത ഏജന്റുമാരാണ് വഹാബികള്. ഇലാ ഖുബൂരി സ്വാലിഹീൻ എന്നുള്ളിടത്ത് റാന വഹാബികൾ വെട്ടിമാറ്റിയിട്ട് അവിടെ ലാമാക്കി കൊടുത്തു. ദജ്ജാലൂന കദ്ദാബൂൻ എന്ന് പറയുന്ന പച്ചക്കള്ളമാരാണ് ഈ വഹാബി. ഖുബൂർ, ഔലിയാക്കളെ ഖബറുകളിലേക്ക് ഞാൻ അഭയനായി. വതവസ്സൽതു ഫീ സ്വലാഹി, എന്റെ കാര്യങ്ങൾ നന്നാകുന്ന വിഷയത്തിൽ അവരെ കൊണ്ട് ഞാൻ തവസ്സുലാക്കി. അപ്പോഴേ അള്ളാഹുവിന്റെ കരുണ എനിക്കുണ്ടായി, അവന്റെ ലുത്ഫുണ്ടായി. ആ പഴയ ആത്മീയതയിലേക്ക് ഞാൻ മടങ്ങി എന്ന് മഹാനായ അബ്ദുറഹ്മാനുൽ ജൗസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സ്വന്തം കിതാബിൽ രേഖപ്പെടുത്തുകയാ. ഔലിയാക്കൾ ദർഗന്റെ അടുത്തേക്ക് പോയ സംഭവം ഇസ്ലാമിക സംസ്കാരമല്ല, ജൂത സംസ്കാരം എന്നല്ലേ മൗലവി എഴുതിയത്?